ഉണ്ടുണ്ട്. ഉണ്ടുണ്ട്. ഹായ്. എന്തായാലും നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാം കാണുന്നതല്ല എന്നെ സ്നേഹിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് എന്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്റെ ലൈവ് നിങ്ങൾ കാണാറുണ്ട്. മുറുക്കിനെ പിടിക്കുന്ന, ചേരയെ പിടിക്കുന്ന, അള്ളിയെ പിടിക്കുന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലൈവ് പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തവണ ഒരു വ്യത്യസ്തനായ ഒരു അതിഥിയെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോട്ടമൺപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്റെ ജീവിതത്തിൽ എന്നെ വാവാ സുരേഷ് ആക്കിയ ഒരു ജില്ലയാണ്, വാവാ സുരേഷ് ആക്കിയ സ്ഥലമാണ്. ഇവിടെ നമ്മളിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അതിഥിയെ പരിചയപ്പെടുത്തുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഇവിടെ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ എന്നെ 2 പേരാണ് ഇവിടേക്ക് ക്ഷണിച്ചത്. നമ്മുടെ ഫോറസ്റ്റിലെ സാറന്മാർ കൂടാതെ ശ്രീമാൻ അന്ന് വാർഡ് മെമ്പറായിരുന്ന ശ്രീമാൻ പ്രമോദ് അവர்களுം ജേക്കബ് പളയംപള്ളി അവர்களுം നമ്മുടെ ഫോറസ്റ്റിലെ സാറന്മാർ വിളിക്കുന്നതോടൊപ്പം തന്നെ ഇവരായിരുന്നു എനിക്ക് അതിനുള്ള നല്ല സപ്പോർട്ട്. നമ്മളെന്തായാലും സമയം കളയുന്നില്ല. നമ്മുടെ അതിഥിയെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു. കുഞ്ഞ് രാജവെമ്പലം എന്നുള്ള അവർ പറഞ്ഞത് കാണാം. എന്റെ ജീവിതത്തിൽ 103ാമത്തെ രാജവെമ്പലം നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു. ആളുകൾ മാറണം. എടുക്കാനും നിൽക്കില്ല കേട്ടോ. ചേട്ടാ എടുക്കാനും നിൽക്കില്ല. എടുക്കാനും നിൽക്കില്ല. ആളുകളൊന്ന് മാറിക്കോ. കാണാതെ ഇടവില്ല ഇവിടെ കിടന്ന് ചാടാൻ. ലൈവാണ് എന്റെ കയ്യിൽ പോകട്ടെ, ഞാൻ എടുത്തുതരാം. ആണോ? മാറില്ല ഭയങ്കര വലിപ്പമാണ്. വീഡിയോ അല്ല, ഫോട്ടോ. ചേട്ടാ ഒരു മിനിറ്റ്, ഇത് നോക്കാനായിട്ട് ലൈവ് പോയല്ലോ. ഇപ്പം കുറെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. പോണേ പോട്ടുണ്ട്. പൊക്കോണ്ടിരിക്കല്ലേ ബാക്ക് കൊടുത്ത് അവർ ഇതിൽ അതാണ്ട് വന്നിട്ടിരിക്കും. നമ്മളെ എന്തായാലും ചെറിയ രാജ്യങ്ങൾ അത്ര വരുന്നില്ല. എന്റെ ജീവിതത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങൾ പിടിക്കുന്ന ഫോറസ്റ്റിന്റെ സാറന്മാർ ഞങ്ങളൊക്കെ ചെന്ന് പിടിക്കുന്ന ഇത്രയും സൈസുള്ള ഒരു രാജവെമ്പലം ആദ്യമായിട്ടാണ് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ട് പ്രമോദന്റെ അടുത്താണോ സ്വിച്ച് ഓഫ് ചെയ്തത്. അതെ. ഹലോ, ഞാൻ തിരിച്ചു വിളിക്കാം. രാജവെമ്പല കേസിൽ നിൽക്കാം, തിരിച്ചു വിളിക്കാം. വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ സഹകരിച്ച് മാത്രം റെഡിയല്ലേ? അവരെ എടുത്തു, അവരെ കറക്കരുത്, ബാക്കിയും വരാം. ഞാൻ എടുക്കാൻ പോകും. ഇല്ല കഥ അവിടെ മാറിയോ
വലുതാണ് എടുത്ത് വയ്ക്കാൻ പോവാ ഇങ്ങോട്ട് വയ്ക്കുക ഇവരെ ഒന്ന് അങ്ങോട്ട് നീക്കിയാൽ കൈ നിൽക്കില്ലല്ലേ കൈ നിൽക്കുന്നില്ല കൈ നിൽക്കില്ല എന്താ പറ എന്താ വേണ്ടേ എല്ലാരും മാറി കിട്ടാന് കൂടല്ലേ പിന്നെ എന്റെ ഫോണിൽ വീഡിയോ എടുക്കാൻ വേണം എന്റെ ഫോണിൽ വീഡിയോ എടുക്കാൻ വേണം വീഡിയോ അയക്കോ വീഡിയോ മാറില്ല ആരെങ്കിലും കുറച്ച് ഗ്യാപ്പ് ഇട്ടെന്നാ മതി അല്ല അതിന്റെ ലൈറ്റുകളെ പ്രവാഹം തെമ്മലിൽ നിർത്താനൊക്കെയുള്ള കയ്യിൽ ഇതുവരെ ഒതുക്കിയിട്ടില്ലേ ഞാൻ പോട്ടെ ഞാൻ പോകണേ ചേട്ടാ ആ കമ്പി ക്രോസ് ഉണ്ട് കേട്ടോ കമ്പി ക്രോസ് ആണ് പൊറോട്ടകളെ എവിടേക്ക് പൊറോട്ടകളെ
കിട്ടാണ് കിട്ടാണ് കിട്ടാണ്. ഇവിടെ നിങ്ങൾ കുറച്ച് പുറകോട്ടേക്കണേ. കയ്യിൽ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങൾ കുറച്ച് പുറകോട്ടില്ല, എല്ലാവരും എടുക്കാം. അവർക്ക് എന്നിട്ട് മനുവിന്റെ അറിയാ വാത്തോ ഫോട്ടോ എടുത്ത് കറങ്ങി എല്ലാരും എടുത്തിട്ടുണ്ട്. ചാക്ക് എടുത്ത് കൊടുക്ക. ചാക്ക് ചാക്ക് ഒരു അരിച്ചാക്ക് ചണച്ചാക്ക് ചണച്ചാക്ക് എടുത്തിട്ട് ചണച്ചാക്ക് അത് പറഞ്ഞൊരു കാര്യമില്ല. കിട്ടിയ കഴിഞ്ഞാൽ കിട്ടിയതുണ്ട്. ഒരു അരിച്ചാക്കോടെ കുറച്ച് ബാക്കിലോട്ടില്ല. ചാക്ക് കിട്ടിയ ചാക്ക് കിട്ടിയ കട്ടിയിലോട്ടി ചാക്ക് തുരിയില്ലല്ലേ. ഇത്ര ഒരു ചാക്ക് എടുക്കാൻ പറഞ്ഞു. ഗാന്ധി കിടക്കുന്ന സാധനം അപ്പുറത്ത് എടുക്കും. ആ സൈഡ് ഫ്രണ്ട് ഇരിക്കും. അപ്പുറത്തോട്ട് പോട്ടോ. ചാക്കോട് ചാക്കോട് ഒരു ചാക്കോട് നമ്മള് ചാക്കോട് ചാക്കോട് പോയാ
അങ്ങോട്ട് പോട്ടെ, അപ്പുറത്ത് പോട്ടെ, അപ്പുറത്ത്. അതല്ല ചെറിയ ഓൺലൈൻ ചെറിയ ഓൺലൈൻ ഒന്നും വേണ്ട കാണാ എല്ലാരും നല്ല അടിപൊളി എല്ലാം കിട്ടിയുണ്ട്. ബാക്കിലോട്ട് കുറേ ബാക്കിലോട്ട് ഇന്നലെ എടുക്കാൻ പറ്റുള്ളൂ. കിട്ടിയോ? അയ്യോ ഞാൻ അതെല്ലാം പറഞ്ഞല്ലോ ഇടയ്ക്ക് എന്തെങ്കിലും എല്ലാരും കറക്കിയെടുത്ത കറക്കിയെടുത്ത് എന്തായാലും വളരെ സന്തോഷം. കാരണം ഞാൻ ഇന്നലെ കണക്ഷൻ വീക്ക് പെട്ടെന്ന് പറഞ്ഞു. ഇന്നലെ എനിക്ക് ചിറ്റാറിനൊരു കോൾ ഉണ്ടായിരുന്നു, ഒരു വീട്ടിന്റെ പാറക്കെട്ടിനകത്ത് പാമ്പിരിക്കുന്നു. അപ്പൊ ഇന്നലെ അത് വരാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. അപ്പോ ഇന്ന് രാവിലെ എനിക്ക് കടമലയ്ക്ക് അടുത്തൊരു ക്ലബിന്റെ പരിപാടി പങ്കെടുക്കേണ്ടതുള്ളായിരുന്നു രാവിലെ 10 മണിക്ക്. അങ്ങനെ പരിപാടിക്ക് വരാനായിട്ട് ഞങ്ങൾ യാത്ര തിരിച്ച് ആയൂർ എത്താറായപ്പോൾ ശ്രീമൻ പ്രമോദ് അവർ എന്റെ പ്രിയ സുഹൃത്താണ്. ഇദ്ദേഹം ഇവിടുത്തെ വാർഡ് മെമ്പറായിരുന്നു, ഇപ്പോഴും മെമ്പറാണ്. എന്തായാലും ഇദ്ദേഹം അതിനെ വിളിച്ചുകൊണ്ടിരുന്ന ഞാൻ ഫോറസ്റ്റിന് സാറുമായിട്ട് ബന്ധപ്പെട്ടു. പെട്ടെന്ന് എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞു. സാധാരണ 4 മണിക്കൂർ ഇവിടെ എത്താനായിട്ട് ഇവിടെ എന്തായാലും 2.5 മണിക്കൂർ എത്താൻ കഴിഞ്ഞു. അത് മാത്രമല്ല ഒരു പ്രത്യേകത, ഞങ്ങള് ഇവിടെ ആങ്ങാമൂഴി ആയിരുന്നാലും ചിറ്റാറായിരുന്നാലും സീതത്തോടായിരുന്നാലും അതുപോലെ തന്നെ റാന്നിയുടെ കീഴിലായിരുന്നാലും എന്റെ ഓർമ്മയിൽ ഞാൻ ഏറ്റവും വലിയ രാജവെമ്പാലയെ പിടിക്കുന്നത് കഴിഞ്ഞ വർഷം തെന്മല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നായിരുന്നു. ഏകദേശം 19 അടിയോളം നീളമുള്ള, ഏകദേശം എനിക്ക് പൊക്കാൻ കഴിയാത്ത അത്രയും ഭാരം ഉണ്ടായിരുന്നു. എന്നാൽ അതിനോടൊപ്പം അതേ സെയിം പ്രായവും അതേ സെയിം പാമ്പ്, ആ സെയിം പ്രായമുള്ള അതേ സെയിം പാമ്പ് തന്നെയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് ഏകദേശം 18 അടിക്ക് മേളിൽ നീളം വരണം. അത് മാത്രമല്ല ഏകദേശം ഇദ്ദേഹത്തിന്റെ വളർച്ച പൂർണ്ണമായിട്ടുണ്ട്. ഏകദേശം 14 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരു ആൺ, കണ്ടാൽ ഒരു ഫീമെയിൽ അഥവാ പെൺ രാജവെമ്പാലയിൽ തോന്നുമെങ്കിൽ ഇദ്ദേഹം പെണ്ണല്ല, ആണാണ്. അത് മാത്രമല്ല ഇനി അങ്ങോട്ട് മാർച്ച്, ഏപ്രിൽ, മെയ് കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ മാസങ്ങളിൽ രാജവെമ്പാലയുടെ മാറ്റിംഗ് സമയമാണ്. അത് മാത്രമല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ അടുത്തെങ്ങാനും കാട്ടില് തീ ഉണ്ടായിരുന്നിരിക്കുക. തീ ഉണ്ടെങ്കിൽ മാത്രമേ ഇവ എപ്പോഴും നമ്മളിവിടെ പാമ്പിനെ പിടിക്കാൻ വരുമ്പോൾ അടുത്ത് തീയുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ വരുന്നത്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക്, നിങ്ങൾക്ക് ലൈവായിട്ട് രാജവെമ്പാലയെ പിടിക്കുന്നത് ഇതുവരെ ഒരു ഭാഗത്തുനിന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്റെ ജീവിതത്തിൽ എന്നെ ഞാനാക്കിയ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തന്നെ, സേത്തോട്, ചിറ്റാറ്, ആങ്ങാമൂഴി മേഖലയിൽ നിന്ന് തന്നെ എനിക്ക് 103ാമത്തെ രാജവെമ്പാലയെ എത്തിക്കാൻ കഴിഞ്ഞു. ഈ കഴിഞ്ഞ ഞങ്ങൾ മറ്റേ ഒരു മൂർഖൻ പാമ്പിനെ പിടിച്ചിരുന്ന ഒരു ലൈവ് ഞങ്ങൾ ഇട്ടിരുന്നു. ആ ലൈവ് നിങ്ങൾ കണ്ടത് 1 കോടിയിലേറെ പേരാണ് നമ്മുടെ ആ പ്രോഗ്രാം ലൈവായി കണ്ടത്. ഇത് അതിനേക്കാളും എന്നെ സ്നേഹിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്തിരിക്കുന്ന ആൾക്കാർ കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ അതിഥിയെ കാട്ടിലേക്ക് വിടാനായി യാത്രയാവുന്നു. നിങ്ങളോട് ഞങ്ങൾ വിട പറയുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി, നമസ്കാരം.
ആൾക്കാർ 10 ലക്ഷം പേരാണ്.